ഹലോ, വീട്ടിൽ വെറുതെ കിടക്കുന്ന തെർമോകോൾ ബോക്സും ബൾബും ഹോൾഡറും ഒരു തെർമോസ്റ്റാറ്റും ഉണ്ടെങ്കിൽ എളുപ്പം ഒരു ഹോം ഇൻക്യുബേറ്റർ റെഡിയാക്കാൻ പറ്റും. ഇത് ഞങ്ങളെ മുട്ട വെച്ച് 21ാമത്തെ ദിവസം കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതാണ്. ഇനിയും മുട്ട വിരിയാനുണ്ട്. ഇത് 2 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ വെച്ച മുട്ടകളായതുകൊണ്ടാണ് ഇത് ആദ്യം വിരിഞ്ഞത്. ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ ബൾബും തെർമോമീറ്ററും സെറ്റ് ചെയ്തിട്ട് 37.5 ഡിഗ്രി ചൂട് നിലനിർത്തുകയാണ് ആദ്യ സ്റ്റെപ്പ്. ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 37.5 ഡിഗ്രി ആകുമ്പോൾ ബൾബ് താനെ ഓഫ് ആകാനും പിന്നീട് ചൂട് കുറയുമ്പോൾ താനെ ഓൺ ആകാനും തെർമോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ദിവസം 3 നേരം മുട്ട തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഈർപ്പം നിലനിർത്താനായിട്ട് 12 വോൾട്ട് DC ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 5 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് അഡാപ്റ്റർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഫാനിൻ്റെ നേർ ചുവട്ടിൽ തന്നെ നമ്മൾ കുപ്പിയിൽ വെള്ളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ കറങ്ങി ഈർപ്പം ബോക്സിനുള്ളിൽ തന്നെ നിലനിർത്തി നമ്മുടെ മുട്ട വിരിഞ്ഞിറങ്ങിയാൽ ഉടനെ കുഞ്ഞുങ്ങളെ മാറ്റരുത്. 12 മുതൽ 24 മണിക്കൂർ സമയത്തിനുള്ളിലാണ് മാറ്റേണ്ടത്. ഇതിൻ്റെ രോമമൊക്കെ ഒന്ന് ഉണങ്ങി ആ ഒരു ഫ്ലഫിനെസ്സൊക്കെ മാറിയിട്ടാണ് വെളിയിലോട്ട് ബോക്സിലോ കേജിലോ നമുക്ക് ഇട്ടിട്ട് കൃത്രിമമായിട്ട് നമുക്ക് ചൂട് കൊടുക്കണം. ഇവിടെ ഞങ്ങൾ കേജിലോട്ടാണ് മാറ്റുന്നത്. എന്നിട്ട് അതിന് ചൂടിന് വേണ്ടിയിട്ട് 60 വോൾട്ടിൻ്റെ ബൾബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയം തൊട്ട് വെള്ളവും ഫുഡും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.